അത് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് തന്നെ പറയാം. പിന്നെ നഴ്സറി സ്കൂളിൽ തുടങ്ങാം. ആൾക്കാർ വിചാരതാ ഇതെന്താ പരിപാടി ഇത് പഠിപ്പിക്കുന്ന സ്ഥലം എന്നാ സെക്സ് എഡ്യൂക്കേഷൻ തന്നത്. കേരളത്തിലെ അധ്യാപികമാർ സാരിക്ക് പകരം ചുരിദാറും ധരിക്കണം നിയമം വന്ന ഇവിടെ നിന്നൊക്കെ പുകിലെന്നറിയോ. അയ്യയ്യേ, സാരി കുലീനമായ അധ്യാപകരുടെ വസ്ത്രം മാറ്റുന്നു. സാരിയോളം ബോഡി കാണിക്കുന്നു, ബോഡിന്റെ സ്ട്രക്ചർ കാണിക്കുന്ന ഒരു സാധനമില്ല. എന്നിട്ട് അത് വിശുദ്ധമാണ്. ഇവിടെ ജനറൽ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നു നമ്മൾ. അന്ന് എന്തായിരുന്നു അറിയാം ഇവിടുത്തെ ആൾക്കാരുടെ ആശങ്ക, പെൺകുട്ടികൾ എങ്ങനെയാ മൂത്രം വയ്ക്കാന്നായിരുന്നു. പണ്ട് കാലൊന്ന് അകത്തിയിരുന്നാൽ പെൺപിള്ളേർ കാലടുക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ അകത്തിയല്ല ഓരോ മേലെ കയറ്റി വെക്കും. പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടായ ഒരു പ്രോഗ്രസിന്റെ ഒരു ലെവല് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾ ഇവിടുന്ന് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അമ്മയില്ലാത്ത കുട്ടിക്ക് എനിക്ക് ടീച്ചറുള്ള തോന്നലുണ്ടായാൽ ആ കുട്ടിയെ നിയന്ത്രിക്കാൻ എന്താ പാട്. ചേർത്തങ്ങ് പിടിച്ചിട്ട് എന്താ മോനെ പറയാന്ന് പറഞ്ഞ ഏത് വില്ലനും അവിടെ കരയും. ഇന്ന് ടീച്ചറിന്റെ മൂഡ് ശരിയല്ലായിരുന്നു, ഇന്ന് മൊത്തത്തിൽ എല്ലാവരോടും ഷൗട്ട് ചെയ്യായിരുന്നു, ഇന്ന് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്കറിയാം. അതായത് മൊത്തം കുട്ടികളും അപ്പോൾ അവര് അലേർട്ട് ആവുകയാണ്. കെമിസ്ട്രി അധ്യാപിക ഇല്ലെങ്കിലും ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവണം. ഇപ്പൊ ഒരു പരിധി കൂടുതൽ ChatGPT നല്ല സ്നേഹം കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നൊരു കാര്യം കേട്ടോ, അത് പുറത്ത് പറഞ്ഞ നമ്മളെ ആൾക്കാരങ്ങനെ സമ്മതിക്കാനാണ്. കുറച്ച് നമുക്കൊക്കെ അസൂയുണ്ട്. ഇല്ല ശരി, സത്യം പറഞ്ഞെപ്പോഴും സത്യം. ഞാൻ ഈ കോളേജ് മുമ്പിലൂടെ ഒക്കെ പോയി എന്ത് ഇപ്പോഴൊക്കെ മതിയായിരുന്നു. ഒരു 20 വയസ്സ് അല്ലെ 25 വയസ്സ് അങ്ങനെ എന്തൊരു കാരണം എന്തൊരു നല്ല ലോകം അവർക്ക് കിട്ടിയിരിക്കുന്നത്. മാഷേ നമസ്കാരം. എല്ലാവരും പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്, പേരൻറ്റിങ് അതുകൊണ്ട് ഭയങ്കര സ്ട്രഗിളാണ്, ടീച്ചർമാർക്ക് സ്കൂളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം, ഞാൻ അങ്ങനെ അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും പറയും അത് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ച് നോക്കാഞ്ഞിട്ടാണ് എന്ന് പറയും, അതുകൊണ്ടാണെന്ന് പറയും. പിന്നെ പേരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എൻ്റെ അടുത്ത് പറയും അത് നിങ്ങൾക്ക് പെൺകുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്, ആൺകുട്ടികളാണെങ്കിൽ ഡിഫറെൻ്റ് ആയിരുന്നേനെ, ഈ അഭിപ്രായം നിങ്ങൾ മാറ്റി പറഞ്ഞേനെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്നെ സ്ഥിരമായിട്ട് ഇൻബോക്സിൽ വന്നിട്ട് ചീത്ത പറയുന്നൊരു ടീച്ചറുണ്ട്, സ്കൂളിലെ അധ്യാപികയാണ്. അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയും നിങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ തലമുറയെ നശിപ്പിക്കുന്നതിൽ നിങ്ങൾക്കൊക്കെ നല്ല പങ്കാളിത്തം ഉണ്ടെന്ന് പറയും. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഇത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷെ നിങ്ങളാണ് അവനവന് വേണ്ടി സംസാരിക്കൂ, നമുക്ക് ബൗണ്ടറീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ അതങ്ങ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ മൂത്തവരെ റെസ്പെക്റ്റ് ഇല്ലാണ്ടായി, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാക്കുകയാണ് നമ്മളെന്നാ പറയുന്നത്. ഒരു പൊതു സംസാരം അങ്ങനെ ഉണ്ട് അല്ലേ? ഉണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒക്കെ വാപ്പയൊക്കെ പിന്നെ മുടി നമ്മളിങ്ങനെ മേലോട്ട് ഹിപ്പി മോഡൽ അങ്ങനെ നമ്മൾ ലൂസ്ലി കട്ട് എന്നൊക്കെ ഞങ്ങൾ പറയാം. ഇങ്ങനെ ചെവിൻ്റെ മുകളിലേക്കൊക്കെ ഇടുമ്പോൾ മേലോട്ട് വെട്ടി വെക്കാൻ പറയുന്നത്, അങ്ങനെ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്യാൻ ഭയങ്കര എതിർപ്പായിരുന്നു. പിന്നീട് അത് ഇപ്പോൾ പിന്നെ മാറി വന്ന സമയത്ത് അത് വീണ്ടും വെട്ടാൻ പറയാം. കുട്ടികളങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇതെന്തൊരു കോലാണ്. പിന്നെ അതൊന്നും ഭയങ്കര ഹിപ്പി വന്നു. അങ്ങനെ ഓരോ കാലത്തും ഇപ്പോൾ ഞാൻ ഒരു നിസ്സാരം ഒരു മുടിൻ്റെ കാര്യം, ലേസ് കിട്ടുന്ന കാര്യം, ചില സ്കൂളിലൊക്കെ എന്നോട് നടന്ന സംഭവമാണ്. എന്നോടൊരു +2 പയ്യൻ ചോദിച്ചതാ, അല്ല മാഷേ ഈ സ്കൂളിലൊക്കെ ഈ മുടി വെട്ടിക്കുന്നതിനും ഈ ഷൂവിൻ്റെ ലേസ് ഇതാക്കുന്നതിനൊക്കെ നിയോഗിച്ച പ്രത്യേക മാഷ്മാർക്ക് അഡീഷണൽ എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടോ, അതിനെന്താ കൊടുക്കുന്നുണ്ടോ എന്ന് കളിയാക്കി ചോദിച്ചാ. ചിലർ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ അച്ചടക്കം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേ ഭയങ്കരമായ ഇങ്ങനെ, അതായത് മറ്റവരുടെ ഒരു താല്പര്യവും പരിഗണിക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന അതെനിക്ക് തോന്നുന്നു ഭയങ്കര രസമുള്ള കാര്യം തന്നെ. ഈ അച്ചടക്കം എന്നുള്ള വാക്കിനെ നിങ്ങളൊന്ന് നോക്കിയാൽ അച്ചിലടക്കുക എന്നാ. അച്ചടക്കമുള്ള വാക്കിനെ വിഗ്രഹിച്ചാലേ മുറിച്ചാൽ അച്ചിൽ അടക്കുക എന്നാ. ആരുണ്ടാക്കിയ അച്ച ഇത്? നിങ്ങൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ലോകത്തെല്ലായിടത്തും ഒരേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് കാരണം എന്നല്ലോ, അതിൻ്റെ അച്ച് ഒരു പ്രത്യേക രൂപത്തിലാണ്. നിങ്ങളതിൽ എങ്ങനെ ഉണ്ടാക്കിയാലും ആ ഉണ്ണിയപ്പം അങ്ങനെ വരും. അങ്ങനെ കുട്ടികളെ വളർത്താൻ കഴിയുമോ? അങ്ങനെ ഒരു അച്ചുണ്ടോ? അപ്പോൾ ഈ അച്ചടക്കം എന്ന വാക്ക് തന്നെ ഒരു ഡീകൺസ്ട്രക്ട് ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പ്രശ്നമാണത് സത്യത്തിൽ ഇങ്ങനെ ഈ പാരൻസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ മുതിർന്നവരുടെ ഒക്കെ ഈ ഒരു ആദിക്ക് പ്രശ്നം എനിക്ക് തോന്നുന്നു. ഈ ഒരു അച്ചടക്കം എന്നുള്ളൊരു പ്രജുഡിസ് നിൽക്കുന്നു എന്നുള്ളത് അല്ലേ? അങ്ങനെയല്ലേ അവരെ പറയുന്നത്? അങ്ങനെയല്ലേ തോന്നുക? അവർ വിചാരിക്കുമ്പോൾ നമ്മളാകുന്നില്ല എന്നുള്ളതല്ലേ? അല്ലേ?
അപ്പോൾ അവർ ചോദിക്കും സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചില ചിട്ടവട്ടങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ സമൂഹം അല്ലെ കെട്ടഴിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട്. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കുമ്പോൾ ആസ് എ സൊസൈറ്റി നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലോ എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്ന പ്രശ്നം. അപ്പോൾ എന്നാൽ പിന്നെ ഇത് എങ്ങനെയാണ് അത് റൈറ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് വളരെ എനിക്ക് തോന്നുന്നു അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണത്. കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു പലരും കുറ്റപ്പെടുത്തുന്ന ഒരു സാധനം ഇത് തന്നെയാണ്. നിങ്ങൾ ഇതിനെ വല്ലാതെ കയറൂരി വിടുകയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവ സ്വഭാവം നിങ്ങൾ തീരെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ടീച്ചേഴ്സ്, എനിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള അധ്യാപന കൊടുത്തില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. ഞാനൊരു അധ്യാപന രംഗത്തും അല്ലെങ്കിൽ അങ്ങനത്തെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തൊക്കെ ഉള്ളതുകൊണ്ട്. കാരണം ഇവരൊക്കെ പറയുന്നത്, ഞാൻ ഒരു മാതൃഭൂമി അയച്ച പതിപ്പിൽ ഒരു 10 വർഷം മുമ്പാന്ന് തോന്നുന്നു എഴുതിയൊരു ലേഖനത്തിൻ്റെ ടൈറ്റിൽ തന്നെ പിന്നെ കുട്ടികളല്ല നമ്മളാണ് കുറ്റവാളികൾ എന്നായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രത്തോളം വഷളാവാത്തൊരു കാലത്താണ് മനസ്സിലായി. അപ്പോൾ അതിലിങ്ങനെ ഞാനിങ്ങനെ സബ് ടൈറ്റിൽ ചെയ്ത് ഇങ്ങനെ കുറേ സാധനം എഴുതി. ആ സമയത്ത് എനിക്ക് കിട്ടിയതുപോലെ തെറി ഈ വിളിച്ചത് മുഴുവൻ മാഷുമാരാ. അതിൽ ചിലരൊക്കെ പച്ചത്തെറി വിളിച്ചിരുന്ന എനിക്ക് സ്കൂളിനെ പറ്റി എന്തറിയാതെ പറഞ്ഞു. ഞാൻ കുറേ കൊല്ലമായി സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താ പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിനൊന്നും തീരെ ഗൗരവത്തിൽ എടുക്കാതെ ഇതിനങ്ങനെ വല്ലാതെ കയറൂരി വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനതിൽ കുറേ ഇങ്ങനെ അക്കമിട്ട് നിരത്തിയ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എനിക്കതിൽ ഭയങ്കര ഒരു സന്തോഷം നൽകിയ സാധനം പറഞ്ഞാൽ, എന്നെ കണ്ണൂർ ജില്ലയിൽ ഒരു വളരെ റിമോട്ടായുള്ള ഏരിയയിലുള്ള സ്കൂളിൽ നിന്നൊരു മാഷ് വിളിച്ചു. വിളിച്ചു, സാറ് ഒന്ന് സ്കൂളിൽ വരുമോ ഞങ്ങളുടെ ചെന്ത് നിങ്ങളുടെ ആ ലേഖനത്തിൽ നിങ്ങളെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ സ്റ്റാഫ് മീറ്റിംഗ് ചർച്ച ചെയ്തിട്ട് കുറേ ശരികളതിലുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ തിരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളും പറഞ്ഞ എല്ലാം അത് ഞങ്ങൾക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല, അച്ചട്ട് അംഗീകരിക്കാനാവില്ല. കാരണം അതിലും കുറേ പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ കാണാതെ പോരുന്നതാണ്. അത് ശരിയായിരിക്കും ചിലപ്പോൾ, കാരണം ഫേസ് ടു ഒരു ദിവസവും കാണുന്ന ആളുകൾ നേരിടുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നം ഇതിനെങ്ങനെ പരിഹരിക്കുന്നുള്ളതാണ്. അവിടെയാണ് പിന്നെയും നമുക്ക് വിയോജിക്കേണ്ടി വരുന്നത്. ഇതിന് പകരം ഇവർ പറയുന്ന പരിഹാരം എന്തറിയോ, നിങ്ങൾ ആ ചൂരിൽ കയറി ഞങ്ങൾ ശരിയാക്കണം. അശ്വതി എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതെ, ചൂരിൽ വെച്ചിട്ട് നമ്മളിപ്പോഴും അങ്ങനത്തെ പണിഷ്മെൻറ്റുകളാണ്, ഫിസിക്കൽ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും, അല്ലെങ്കിൽ കുട്ടികളുടെ ശരീരം നോവിക്കാൻ നമുക്ക് അധികാരം ഉണ്ടെന്നുള്ളതും അത് ഭയങ്കര ഇൻബിൽട്ടായിട്ട് നമുക്കൊക്കെ കിട്ടിപ്പോയിട്ടുള്ളൊരു സോഷ്യൽ കണ്ടീഷനിങ് ആണ് കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ ഇതിനെതിരെ എപ്പോൾ പറഞ്ഞാലും ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ഞാൻ മെൻ്റൽ ഹെൽത്തും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏരിയയിലാണ് കൂടുതലായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒത്തിരി അഡൾട്ട്സിൻ്റെ കഥകൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്കറിയാം പണ്ട് ഇതുപോലെ ഈ അടിച്ച് വളർത്തിയതിൻ്റെയും അങ്ങനെ അടക്കി ഭരിച്ചതിൻ്റെയും ഒക്കെ റിഫ്ലക്ഷൻസ് അവരുടെ അഡൾട്ട് ലൈഫിൽ എന്തോരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇവർക്കിത് മനസ്സിലാവുന്നത് പോലും ഇല്ല എന്നുള്ളതാണ്. ഈ ഭയപ്പാടിൽ വളർന്നത് കൊണ്ടാണ് ഇവർക്കിപ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഒച്ച എടുത്തു കഴിഞ്ഞാൽ അവരാകെ ഫ്രീസായി പോകും. അവർക്ക് പല സോഷ്യൽ സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാവാം, ഇത് എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാവില്ല. പക്ഷെ അവരൊക്കെ അപ്പോഴും പറയുന്നത് ഞങ്ങളൊക്കെ അടിച്ചാണല്ലോ വളർത്തിയത്, ഞങ്ങൾക്കൊന്നൊരു പ്രശ്നവും വന്നിട്ടില്ലല്ലോ. ഈ പ്രശ്നം വന്നത് എവിടെയാണെന്നുള്ളത് നമുക്ക് പോലും മനസ്സിലാവണില്ല എന്നുള്ളതാണ്. നമുക്കൊക്കെ നല്ല അടി കിട്ടി വളർന്നിട്ടുള്ളവർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിലത് വൈകൃത രൂപത്തിലോ ദൗർബല്യ രൂപത്തിലോ എങ്ങനെയെങ്കിലും വരാറുണ്ട്. ചിലക്കത് വലിയ റിവെഞ്ചൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് അവർ പിന്നെ ആളുകളോടൊക്കെ. പിന്നെ ED സിനിമ ഉണ്ടല്ലേ, ED സിനിമ ശരിക്കും അതിൻ്റെ വേറൊരു തരത്തിൽ നല്ല റിഫ്ലക്ഷനാണ്. ഈ എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ട് വളർത്തുന്ന ഒരു കുട്ടി അവസാനം എക്സ്ട്രീംലി ഡേഞ്ചറസ് ആകുന്നതാണല്ലോ അമീറിൻ്റെ സിനിമയുടെ ഒരു തീമെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ വരുന്ന കുറേ ആളുകളുണ്ട്. ഇങ്ങനത്തെ എനിക്കൊന്ന് ഹിസ്റ്ററിയിലും അത്തരത്തിലുള്ള ഒരുപാട് ആൾ ഭയങ്കര ഫാസിസ്റ്റൊക്കെ ആയി തീർന്ന ഭരണാധികാരികളുടെ ചരിത്രത്തിലൊക്കെ കുട്ടിക്കാലത്തെ ഭയങ്കരമായ ദുരനുഭവങ്ങൾ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്തതെന്നൊക്കെ പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സാധനമുണ്ട്. അതെ, ഈ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ അടി ആകെ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് ഈ പറയുന്ന ചില സിറ്റുവേഷൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ ചെയ്തത് മിസ്റ്റേക്ക് ആയിപ്പോയി എന്ന് എനിക്കും മനസ്സിലായി. അങ്ങനെ തോന്നുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും എനിക്കിട്ട് ആ സമയത്ത് അടി തന്നു എന്ന് വിചാരിക്കും. അപ്പം എനിക്ക് എൻ്റെ ഗിൽറ്റ് കുറച്ച് കുറയും. ഞാനൊരു കാര്യം ചെയ്തു, എനിക്കൊരു പണിഷ്മെന്റ് കിട്ടിയില്ലോ, അപ്പൊ ഇനിയിപ്പം എൻ്റെ കർമ്മയ്ക്കൊന്നും ഇതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇതിന് അടുത്തൊരു ഭയങ്കര തമാശയുണ്ട്. ഒരു വീട്ടിലെ ഒരു കുട്ടി പെട്ടെന്ന് ഓടുന്ന സമയത്ത് അച്ഛൻ ചായ കുടിച്ച് സൈഡിൽ വെച്ചൊരു ഗ്ലാസ് തട്ടി പൊട്ടിയെന്ന് കരുതുക. കുട്ടിക്ക് നിങ്ങൾ പറഞ്ഞ ഗിൽറ്റ് സെൻസ് ഉണ്ടാവും, അയ്യോ അച്ഛാ സോറി പറ്റിപ്പോയി എന്ന് പറയും. പക്ഷേ അവിടെ വികാര നിയന്ത്രണം അച്ഛന് സാധ്യമായിട്ട് ഇയാൾ എന്ത് ചെയ്യും, ചാടി വീണ് എന്നോട് ഞാൻ പറയല്ലേ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടില്ലടാ ചോദിച്ചിട്ട് ഇയാൾ തല്ലാൻ പോകും.
തല്ലാൻ നോക്കുമ്പോൾ ചെക്കനോട് ഞാൻ പറഞ്ഞില്ല അച്ഛനോട് അറിയാനെ പറ്റിപ്പോയതാന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് കർക്കശമാക്കും. അത് കഴിയുമ്പോൾ പിന്നെ നീ പിന്നെ ന്യായീകരിക്കാൻ നോക്കുകയാണെന്ന് ചോദിച്ചാൽ പിന്നെയും ഇയാൾ ചൂടായാൽ അടുത്ത സ്റ്റെപ്പിൽ ഇയാൾ ഓടുമ്പോൾ എന്ത് പറയുന്നവരോ അതെന്താ അമ്മ എന്നാൾ പൊട്ടിച്ചില്ലേനോ എന്നിട്ട് അന്ന് അച്ഛൻ പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ പിന്നെ ഇയാൾ കുട്ടി ചെയ്തതിന് അവൻ തന്നെ ന്യായീകരിക്കാൻ തുടങ്ങും, അല്ലെ അവള് ന്യായീകരിക്കും. എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ പോകുമ്പോൾ ഭയങ്കരമായി പവർ സ്ട്രഗിൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് വലിയ ഇഷ്യൂ. അത് നമ്മളീ പറഞ്ഞ ഗിൽറ്റ് സെൻസിൽ നിർത്തുകയാണെങ്കിൽ ഓക്കെയാണ്, പക്ഷെ എന്താ ചെയ്യുന്ന സ്കൂളിൽ? അതെ, അല്ല പക്ഷേ ഈ ഗിൽറ്റ് സെൻസിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ അത് ചില പെർട്ടിക്കുലർ കേസിൽ മാത്രം നടക്കുന്നത്. അത് ഇൻഡിവിജ്വലി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ എക്സാമ്പിൾ പറയുന്നത് ഇതാ, അന്ന് ഞാനിപ്പോൾ ഒളിച്ചിരുന്നൊരു സിഗരറ്റ് വലിച്ചു, അപ്പം കണ്ടുപിടിച്ചു, അപ്പനൊരു അടി തന്നതുകൊണ്ട് ഞാൻ നന്നായി, അപ്പം അത് അവിടെ കഴിഞ്ഞു, അപ്പം എനിക്ക് അടി കിട്ടിയത് എത്ര നന്നായി എന്നുള്ളതാണ്. ഞാൻ പറയാം ഇങ്ങനത്തെ ചില പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അത് വർക്കായിട്ടുണ്ട്. ഇറ്റ് ഡസൻറ്റ് മീൻ ലൈഫ് ലോങ്ങിൽ എല്ലാ കാര്യങ്ങളിലും അടി കിട്ടി എല്ലാവരും നന്നായിട്ടില്ല. അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം തോന്നുന്നു. കേരളത്തിൽ എപ്പോഴത്തെ ഒരു അവസ്ഥയാണ്, നിങ്ങൾ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പരീക്ഷ കഴിയുന്ന ദിവസം തലേന്ന് സർക്കുലർ പോവുകയാണ് പേരൻസിന്, നാളെ 10ാം ക്ലാസ് പരീക്ഷ അവസാനിക്കുകയാണ്, നിങ്ങൾ വന്ന് നിങ്ങളുടെ കുട്ടിയെ നേരിട്ട് കയ്യോടെ കൊണ്ടുപോവേണ്ടതാണ്, ഇല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ പൊളിക്കും, അധ്യാപകരുടെ കാറ് കുത്തി വരയ്ക്കും. അപ്പം അതിലെ 12ാം ക്ലാസ്സിൽ ഇന്ന് എല്ലായിടത്തിലും ഇഷ്യൂ ആണ്. എന്നിട്ട് ഇന്ന് വരെ ഒരു സ്കൂളിൽ എന്തുകൊണ്ടാണ് 12 കൊല്ലം കൊണ്ട് കുട്ടി ഇങ്ങനെ സ്കൂളിനെതിരെയും അധ്യാപകർക്കെതിരായതെന്നുള്ള പഠനം അവർ നടത്തുന്നില്ല. നേരത്തെ കുട്ടിയെ എങ്ങനെയെങ്കിലും പോലീസിന് കൊണ്ടോ രക്ഷിതാവിനെ കൊണ്ടോ വല്ല ഇവിടുന്ന് കടത്തി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരു കറക്റ്റ് മെഷറിൽ വർക്ക് ചെയ്യുന്നില്ല. മനസ്സിലായി. 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ എല്ലാ കുട്ടികൾക്കും ചിത്രം വരയ്ക്കാൻ പറ്റും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1ാം ക്ലാസ്സിൽ ചേരുന്ന എല്ലാ കുട്ടികളും പാട്ട് പാടും. 5ാം ക്ലാസ് എത്തുമ്പോൾ പകുതിയും പാടില്ല. 10ാം ക്ലാസ് എത്തുമ്പോൾ ക്ലാസ്സിൽ ഒരു കുട്ടി പാടിയാൽ പാടി. ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ 40 കുട്ടികളുടെ പാടാനുള്ള കഴിവിനെ നശിപ്പിക്കുന്ന കേന്ദ്രമാണ്. 10 കൊല്ലം കൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ കുട്ടിയിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ആ കുട്ടി ഞങ്ങൾ ഇയാൾ തല്ലി നന്നാക്കണം എന്നോട് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ള പ്രശ്നം? ഈ കുട്ടിയുടെ ഈ പ്രശ്നം എന്നെ ഇങ്ങനെ ഇത്രയും ഞാൻ പറയുന്ന, നമുക്ക് ഒരു കുട്ടിയുടെ ഒരു ഇമ്മീഡിയറ്റ് സോൺ എന്ന് പറയുന്ന ഓർബിറ്റ് എന്ന് പറയുന്ന ഏതാ? വീട്, സ്കൂള്, ഇമ്മീഡിയറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ആൾക്കും അങ്ങനെ പറയുന്നത്. ഈ 3ഇടത്തും ഭയങ്കരമായ ഡിസ്കംഫർട്ടാണ്. ഒരു തരത്തിലുള്ള ഒരു പരിഗണനയോ ശ്രദ്ധയോ ആ കുട്ടിക്ക് ഒരു വൈകാരികമായ സുരക്ഷിതത്വ ബോധം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ 4ാമത്തെ 5ാമത്തെ എന്ന് പറയുന്ന കൈവിട്ട് പോകുന്ന കേസിലേക്ക് പോകും. അതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നത് എനിക്കൊന്നും ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വിധേയമായി കൊടുക്കുന്നൊരു വാക്കാണ്. പഴയ ചർച്ചയല്ലപ്പോൾ. കാരണം കുടുംബം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, സിബ്ലിങ്സുണ്ടൊക്കെ ഉണ്ട്, പക്ഷേ ഒക്കെ ദേ ആർ സെപ്പറേറ്റഡ്. ശരിക്കും ഒരു വീട്ടിൽ താമസിക്കുന്നല്ലാതെ വൈകാരികമായി വളരെ വേറെ കേന്ദ്രങ്ങളിൽ കുട്ടികളൊക്കെ തമ്മിൽ തന്നെ ഭയങ്കര ദോഷം തരുമോ? 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കാൻ 2 മക്കളുണ്ടെങ്കിൽ അവർ 2 ജനറേഷനാണ്. ശരിക്കും എനിക്ക് മോളും മോനും ഉണ്ട്. മോളും മോനെ കൊണ്ട് പറയാ തന്ത വൈബാന്നാ, എടാ നീ പോയി ഇത് ഇനി ഇവൾക്കൊരു ചെറിയ അനിയത്തി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവളും പുറത്താകുമായിരുന്നു. അപ്പോൾ അവള് ചെറുതായിരുന്നു. അത്ര വേഗമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അതിന് മാറുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇനിയിപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഈ ടെക്നോളജിയുടെ ഒക്കെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറയുന്ന 3ാം സോൺ കഴിയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ 3 കഴിഞ്ഞാൽ 4ാമത്തത് ടെക്നോളജി അല്ലെങ്കിൽ ഒരു വെർച്വൽ വേൾഡിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും വലിയ ഒരു അധോലോകം വരെ അവരെ സ്വാഗതം ചെയ്യുന്നു, അവരെല്ലാം അടിപ്പെടുന്നു, ഫ്രണ്ട് സർക്കിളിലേക്ക് വലിയ രീതിയിൽ പോകുന്നു, അവിടെ പലതരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള പല സാധനങ്ങളിലേക്കും പെടുന്നതൊക്കെ ഉണ്ട്. ഇതിനൊന്നും നമ്മൾ ഇല്ലെന്ന് പറയല്ല, പക്ഷേ ഇവിടെ എത്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വിഷയം. അതിനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഇവര് പറയുന്നത് ആ എത്തിയതിനെ നമ്മൾ ന്യായീകരിക്കുന്നു. ആണല്ലോ. അതെ അതെ. എങ്ങനെയാണ് ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് ഇത്രയും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സ്പേസിലായി പോകുന്നത്? നിങ്ങളുടെ കുട്ടിയുടെ മനസ്സിൽ നടക്കുന്ന ഒരു മാനസിക സഞ്ചാരം, അത് ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്കും ആലോചിച്ചറിയാം, നമ്മുടെ മനസ്സിലുള്ള എത്ര കാര്യങ്ങൾ നമ്മുടെ പേരൻസിന് അറിയാൻ പറ്റുമായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ഒരു ബേസിക് കണക്റ്റ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഉണ്ടെന്നുള്ളതും അവരുടെ ഒരു ഡേ ടു ഡേ ലൈഫിൻ്റെ ഒരു ആകത്തുക എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുക. ആരൊക്കെയാണ് അവരുടെ സുഹൃത്തുക്കൾ, ഈ ഒരു സുഹൃത്തിനെ അവർ സ്നേഹിക്കാൻ എന്താണ് പെർട്ടിക്കുലർ ആയിട്ടുള്ള റീസൺ, എന്താണ് അവരുടെ ഒരു കെമിസ്ട്രി എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാനുള്ളൊരു ശ്രമം ഒന്നും നടത്താനുള്ള സമയം നമുക്കില്ല എന്ന് വേണമെങ്കിൽ പറയണം. നമ്മൾ എല്ലാ തൊഴിലും കഴിഞ്ഞിട്ട് കിട്ടുന്ന ഇച്ചിരി സമയത്താണ് നമ്മൾ പേരൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട്
കിട്ടുന്ന ഒരു 5 മിനിറ്റാണ് നമ്മൾ ചിട്ട പഠിപ്പിക്കാനും എന്തുണ്ട് ഇന്ന് സ്കൂളിൽ എന്തുണ്ട് എന്ന് ചോദ്യം കൊണ്ട് നമ്മുടെ ഈ കണക്ട് എന്ന് പറയുന്ന പരിപാടി കഴിയാണ്. എന്നിട്ട് അച്ഛനൊരു സോണിലും അമ്മ ഒരു സോണിലും എല്ലാവരും അങ്ങനെ മാറിപ്പോവാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പേരൻസിൻ്റെ സെഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എല്ലാവരോടും പറയും നമുക്കൊരു മീഡിയ ഫ്രീ ഒരു സ്പേസ് വേണം വീട്ടിൽ. അറ്റ്ലീസ്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്തെങ്കിലും എല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയണം. എന്താണ് നിൻ്റെ ഇപ്പോഴത്തെ സന്തോഷം എന്ന്, അല്ലെങ്കിൽ എന്താണ് ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് കുട്ടീനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വേണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ റോൾ മോഡൽസ് ഒക്കെ ആവണം. കുട്ടികളത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളോട് പറയാൻ. നമ്മളതിനെ പറയാൻ അവസരം കൊടുക്കാതെ അവർ പറയാൻ വേറെ സോഴ്സ് പോവുകയാണ്. എക്സാക്ട്ലി. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര ബിസി ഡേ ആയിരുന്നു. അത് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ മോൾക്ക് ഇത് അറിയുകയും ചെയ്യാം, മൂത്ത ആൾക്ക് അവൾക്ക് അറിയാം ഞാൻ കുറച്ച് കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആണെന്നുള്ളത്. അപ്പോൾ ഷീ വെയിറ്റഡ്. ഞാൻ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് മുറിയിൽ വരുന്നവരെ അവൾ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്ക് സമയം ഒരു 11:30-12 മണിയോട് അടുത്തു. അപ്പോഴും എനിക്ക് കുറേ കാര്യങ്ങൾ പിറ്റേ ദിവസത്തേക്ക് ഒരു പ്രോജക്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായതുകൊണ്ട് അപ്പോൾ അവൾക്ക് അറിയുകയും ചെയ്യാം, അവൾ ഇൻ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അവർ അമ്മ ഇതൊന്ന് തീർക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇതൊക്കെ തീർത്തിട്ട് വരുമ്പോൾ എന്നിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, പക്ഷെ ഇന്ന് എന്നോട് എന്തായാലും സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അവൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ എന്നോട് പറയാനുണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര ഷുവറായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് തീർത്തിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് പറഞ്ഞു ഇന്ന് നമ്മൾ എന്തായാലും ഇത് പറഞ്ഞ് തീർത്തിട്ടേ കിടക്കുന്നുള്ളൂ, നീ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. കാരണം ഈ ഫോൺ കയ്യിൽ വെച്ചിട്ടുള്ള അറ്റൻഷൻ അവൾക്ക് വേണ്ട. നമ്മൾ ഈ ഫോൺ കയ്യിൽ വെച്ചിട്ട് ആ മോനെ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ അവൾ തന്നെ പറയും എനിക്ക് പാസീവ് അറ്റൻഷൻ വേണ്ട, അമ്മയ്ക്ക് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റുമെങ്കിൽ കേട്ടാൽ മതി എന്ന് പറയും. അവർക്ക് അത് കറക്റ്റായിട്ട് വേണം. അപ്പം നമ്മളവരുടെ കണ്ണിൽ നോക്കി ഇരുന്ന് എന്താണ് പറയാനുള്ളത് എന്ന് പറയണം. അപ്പോൾ ഒരു ചെറിയ കാര്യമാണ് അവളുടെ സ്കൂളിലെ ടീച്ചർ. ചെറിയ കാര്യം. എക്സാക്ട്ലി വെരി ട്രൂ. അപ്പോൾ അവൾക്ക് അവളുടെ സ്കൂളിലുള്ള ഒരു കുഞ്ഞൊരു കമ്മ്യൂണിക്കേഷന്റെ കാര്യമാണ് അവൾക്ക് പറയേണ്ടത്. പക്ഷെ അത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര അവളത് ഇത്ര സമയം ക്യാരി ചെയ്തുകൊണ്ട് നടക്കായിരുന്നു. ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു ഇമോഷൻ. അവൾക്കത് ഇറക്കി വെക്കാനൊരു സ്പേസ് വേണം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവളത് പറയുകയാണ് എനിക്കറിയാം കുറേ ആൾക്കാർ അമ്മയുടെ അടുത്ത് വന്നിട്ട് എന്തിനാണ് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് അമ്മയുടെ അടുത്ത് ഇത് പറഞ്ഞു കഴിയുമ്പം ഭയങ്കര ലൈറ്ററായിട്ട് ഫീൽ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞ അത് ഞാൻ നിൻ്റെ അമ്മ ആയതുകൊണ്ടും കൂടെ നിനക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവളും പറയാ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഐ ഹാവ് യു എന്ന് ഓർത്തിട്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കൂടുതൽ അവൈലബിൾ ആവാത്തതിൽ എനിക്ക് കുറ്റബോധം തോന്നി തുടങ്ങിയപ്പോൾ. ഇവിടെയും രണ്ട് സംഗതി. ഒന്ന് നമ്മൾ നേരത്തെ ഈ ഫാമിലിയൊക്കെ ഉള്ള കേസുകൾ പറഞ്ഞു. ഈ ഫാമിലി ഇല്ലാത്ത നിങ്ങളിപ്പോൾ പറയണം ഐ ഹാവ് എന്ന് പറഞ്ഞ സാധനം വെച്ച് ഞാൻ പറഞ്ഞത് അതില്ലാത്ത ഫാമിലി ഇല്ലാത്ത അച്ഛനില്ലാത്ത അമ്മയില്ലാത്ത ഒരു സഹോദരനോ സഹോദരി തിരിച്ചു മറിച്ച് ഷെയർ ചെയ്യാനില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവരാര് കേൾക്കും? ശരിക്കും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവേണ്ട സ്കൂളൊക്കെയാണ്, ക്ലാസ് ടീച്ചറാണ്. അമ്മയില്ലാത്ത കുട്ടിക്ക് എനിക്ക് ടീച്ചറുള്ള തോന്നലുണ്ടായാൽ ആ കുട്ടിയെ നിയന്ത്രിക്കാൻ എന്താ പാട്? നിങ്ങൾ ഒരു സ്കൂളിൽ ഏറ്റവും വലിയ പ്രോബ്ലം ചൈൽഡ് ആരോഗ്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സഫറിങ്ങുള്ള കുട്ടിയായിരിക്കും, 100% ഉറപ്പാണ്. ആ സഫറിങ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്താണെന്നൊരു ടീച്ചർ കണ്ടെത്താൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ട് ചേർത്തിങ്ങ് പിടിച്ചിട്ട് എന്താ മോനെ പറയാന്ന് പറഞ്ഞ ഏത് വില്ലനും അവിടെ കരയും. എനിക്ക് ഉറപ്പാണ്, ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പക്ഷെ അത് പറയാതെ വീണ്ടും ആ കുട്ടിയെ ടോർച്ചർ ചെയ്തും നന്നാക്കാൻ ശ്രമിച്ചും പേടിപ്പിച്ചും കൂടുതൽ ആ കുട്ടിയെ ക്രിമിനലാക്കാനോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഒഫൻസിലേക്ക് കൊണ്ടുപോകാനോ ആയിപ്പോകുന്നു. അത് സത്യത്തിൽ മനഃപൂർവ്വമല്ല. ടീച്ചേഴ്സും പറയുന്നത് എന്താ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് രാവിലെ ഞങ്ങൾ ട്യൂഷൻ എന്താ സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നു, മുഴുവൻ സമയം എടുക്കുന്നു, നോട്ട് നോക്കുന്നു, ശനിയാഴ്ച ക്ലാസ് നോക്കും, എന്നിട്ടും ഇവർ പഠിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. സത്യത്തിൽ അവർ സിൻസിയറാണ്. പക്ഷേ ഞാൻ ഒരു ലേഖനത്തിൽ വെച്ച ടെർമിനോളജി ഉണ്ട്, ടീച്ചിങ് ഡിസബിലിറ്റി. അത് നിങ്ങൾ കിട്ടുന്നുണ്ടോ? നിങ്ങൾ ലേണിംഗ് ഡിസബിലിറ്റി കിട്ടുന്നുണ്ടോ? മറ്റേ ഞാൻ കോയിൻ ചെയ്ത വാക്കാ. അതെ അത് ലേണിംഗ്. ഞാൻ ഒരു ലേഖനത്തെ ടൈറ്റിൽ ചെയ്യുന്നു ടീച്ചിങ് ഡിസബിലിറ്റി ഉള്ള അധ്യാപകർ എന്ത് ചെയ്യുന്നു. അപ്പൊ അത് കേട്ടോ അധ്യാപകരെ ഭയങ്കര ഇതായി. അത് ഭയങ്കര ഈ ട്രെയിനിങ്ങിലോ പറയുമ്പോൾ ടീച്ചേഴ്സ് ചിരിക്കുണ്ടോ അത് പറയുമ്പോൾ. കാരണം നമ്മളിങ്ങനെ പറയല്ല, ആ ക്ലാസ്സിലെ ആ 5 കുട്ടികൾ LD ആന്ന് പറയുന്നത്, സംസാരിക്കാൻ അല്ല പഠിക്കാനാവാത്ത കുട്ടിയാണ്. ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെ പറയും, ആ പോകുന്ന 3 ടീച്ചർമാരില്ലേ അതിൽ 2 TD ആണ്. കാരണം they don't know how to teach or how to communicate the new generation. എക്സാക്ട്ലി. അല്ലെങ്കിൽ തന്നെ ഒരു ബാച്ചിലെ ഇത്രയും കുട്ടികളെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് എത്ര മെൻ്റലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം അല്ലേ പഠിപ്പിക്കേണ്ടത്. ഞാൻ അത് ഭയങ്കര അത്ഭുതത്തോടെ ആലോചിക്കാറുണ്ട്. ഇവർ പലപ്പോഴും കുട്ടികൾ വന്നിട്ട് ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് പറയാറുണ്ട് ഇന്ന് ടീച്ചറിൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു, ഇന്ന് മൊത്തത്തിൽ എല്ലാവരോടും ഷൗട്ട് ചെയ്യായിരുന്നു, ഇന്ന് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്കറിയാം. അതായത് മൊത്തം കുട്ടികളും അപ്പോൾ അവർ അലേർട്ട് ആവുകയാണ്.
ഇന്ന് നമ്മൾ ഇങ്ങനെ വേണം ബിഹേവ് ചെയ്യാൻ എന്നുള്ളൊരു തരത്തിൽ, അതായത് അവർക്ക് അവരുടെ ലൈക്ക് എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. പക്ഷെ എന്താണ് നമ്മളൊരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ, കുട്ടികളുടെ ഇടയിലേക്ക് വരുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് നമ്മുടെ ഓഫീസിലിരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഈ ടീച്ചേഴ്സിനാണെങ്കിലും ഇടയ്ക്കൊരു എല്ലാവർക്കും ഒരു മെൻ്റൽ ഹെൽത്ത് ചെക്ക് വളരെ അത്യാവശ്യമാണ്. എന്താണ് അവരുടെ ഒരു സ്റ്റേറ്റ് എന്നുള്ളത്, അവർക്ക് ഈ ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടോ ഇത് ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളത് ഇടയ്ക്കൊന്ന് അനലൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വാക്സിനേഷൻ്റെ തന്നെ കാലം അത്തരം വാക്ക ഉപയോഗിക്കുന്നു. മെൻ്റൽ വാക്സിനേഷൻ എന്നൊക്കെ പറയുന്ന തരത്തിൽ എന്നാൽ നമുക്ക് ഈ എന്തിനും നമുക്ക് അങ്ങനെ ഒന്ന് സയൻറ്റിഫിക് ആയിട്ട് നേടാം. നമ്മളിപ്പോൾ പറയുന്നത് എന്തൊക്കെ പറയുന്നത്, കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു വൈകാരിക നിയന്ത്രണത്തിന് വേണ്ടത്ര ബുദ്ധി വളർച്ചയില്ലാത്ത ഒരു പ്രായമാണ്, നമുക്കറിയാം. നമ്മളും പറയും അഡോൾസെൻ്റ് പീരീഡിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറയും. അപ്പോൾ അതിനനുസരിച്ച് അവരെ കൈകാര്യം ചെയ്യേണ്ട മുതിർന്നവരും ആ തരത്തിൽ നിയന്ത്രണം ഇല്ലാതെ ആയി പോകുമ്പോഴാണ് ഈ സംഘർഷം കൂടുതൽ. എനിക്ക് തോന്നുന്നു ഈ സംഘർഷം ഏതായാലും സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നടന്നു കൊടുക്കുന്നു. ഇതൊരു കേരളത്തിൽ മാത്രമൊന്നുമല്ല, ഇതൊരു വേൾഡ് വൈഡ് പ്രോസസ്. കാരണം എന്താ പറയുക, ഈ പ്രത്യേകിച്ച് ടെക്നോളജിയുടെ ഈ ഒരു വരവോടുകൂടി നമ്മൾ ഇപ്പോൾ അങ്ങനെ തന്നെ അതിന് രണ്ട് വേർതിരിവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഡിജിറ്റൽ നാറ്റീവ്സ് എന്നും ഡിജിറ്റൽ മൈഗ്രൻസ് എന്നും രണ്ട് പദം തന്നെ ഉണ്ട്. കാരണം ഡിജിറ്റൽ നാറ്റീവ്സും ഡിജിറ്റൽ മൈഗ്രൻസും തമ്മിലുണ്ടാകുന്ന സംഘർഷം ലോകം മുഴുവനുണ്ട്. അതിവിടെ വളരെ കൂടുതലാണ്. കാരണം നമ്മൾ കുറച്ച് ലേറ്റായിട്ട് എത്തിയോണ്ടുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ വെൽബീങ്നെസ് എന്താണെന്ന് നമുക്കൊട്ട് അറിഞ്ഞുകൂടാ. നമ്മൾ മുതിർന്ന തലമുറയൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഈ ഒരു ക്ലാഷ് വളരെ രൂക്ഷമാണ്. അപ്പോൾ അതിന് വളരെ തന്ത്രപരമായും ശാസ്ത്രീയമായും നേരിട്ടിട്ടില്ലെങ്കിൽ ഈ ഗ്യാപ്പ് വർദ്ധിക്കും. ഗ്യാപ്പ് വർദ്ധിച്ചാൽ ഭയങ്കരമായ സംഘർഷത്തിലേക്ക്, അതായത് കുട്ടികൾക്ക് ഞങ്ങൾക്ക് ആശ്രയിക്കാവുന്നവരാണ് ഇവർ എന്ന് തോന്നിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അപകടം എന്ന് ആലോചിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ ഒരു നിയന്ത്രണത്തിലും സ്നേഹത്തിലും നിൽക്കുന്നവരാണ് ഇവർ എന്ന് തോന്നിയിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പറ്റി ഇതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു യുദ്ധ സാഹചര്യമായ അത് അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ തലമുറയ്ക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഇതിനെ കുറച്ചുകൂടി സ്കൂളിലൊക്കെ, അപ്പോൾ സ്കൂളിൽ ഒരു കെമിസ്ട്രി അധ്യാപിക ഇല്ലെങ്കിലും ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവണം. പക്ഷേ നമുക്ക് എന്താണെന്ന് അറിയാമോ, കെമിസ്ട്രിക്കോ മാത്സിനോ അധ്യാപകരില്ലെങ്കിൽ ആളെ പ്രക്ഷോഭം നടക്കും. സൈക്കോളജിക്ക് വേണ്ടിയുണ്ടെങ്കിൽ കണക്കാം. ഇനി വെക്കുന്നവർ തന്നെ അതിനെ ആ തരത്തിലാണ് കൈകാര്യം ചെയ്യും. ശരിക്കും വളരെ ഈ പ്രായത്തിൽ കുട്ടികളെ കേൾക്കാൻ ആളുണ്ടാവും. ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞു വെച്ചാൽ, മോള് നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ എന്നെ കേട്ടാൽ മതി, അതൊരു ഭയങ്കര സംഭവം. നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത്. അതിനെങ്കിലും വീട്ടിൽ നമ്മൾ കുറച്ച് സമയം കണ്ടത്, വീട്ടിലില്ലെങ്കിൽ സ്കൂളിലല്ലെങ്കിൽ ഇപ്പോൾ സയൻറ്റിഫിക്കലി തന്നെ അതിലൊന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ കേൾക്കാനുണ്ടായതിന് എനിക്ക് തോന്നുന്നു ഒട്ടേറെ പ്രശ്നങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും. പൊതുവെ ടീച്ചേഴ്സ് ആണെങ്കിലും പറയുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബഹുമാനമില്ല എന്നപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, പണ്ട് നമുക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് പൊതുവെ മുതിർന്ന തലമുറയോട് ബഹുമാനം തോന്നാനുള്ള കുറേ റീസൺസ് ഉണ്ട്. അല്ലെങ്കിൽ ബഹുമാനം എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ നമുക്ക് തോന്നിയിരുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സ്കിൽസും പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ മുതിർന്നവരായിരുന്നു. അപ്പോൾ ആ തരത്തിൽ നമ്മൾ അവരെ ആശ്രയിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട എല്ലാ അറിവുകളും, ഇപ്പോൾ മീൻ പിടിക്കാനാണെങ്കിലും കൃഷി ചെയ്യാനാണെങ്കിലും നമുക്ക് നമ്മുടെ ആൻസസ്റ്റേഴ്സ് ഇത് പഠിപ്പിച്ച് തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുതിർന്നവരിൽ നിന്ന് ഇപ്പോൾ അവർ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ഫുഡും ഷെൽട്ടറും അതിനപ്പുറത്തേക്ക് അല്ല, ഇൻസ്റ്റൻ്റ്ലി കിട്ടേണ്ട ചില സംഭവങ്ങൾക്ക് അപ്പുറത്തേക്ക് ലുക്ക് ഫോർവേഡ് ചെയ്യാൻ, അറിവിന് വേണ്ടിയിട്ട് അവർക്ക് മുതിർന്നവരിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവരെ കഴിഞ്ഞും കൂടുതൽ ഈസി ആയിട്ട് ടെക്നോളജി ആക്സസ് ചെയ്ത് ഈ അറിവ് ഫിംഗർ ടിപ്പിൽ എത്തിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇനി എന്തിനാണ് ഞങ്ങൾ അതാണ് റെസ്പെക്റ്റിൻ്റെ ഡൈനാമിക്സ് ഒക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാൻ പോലും അനുഭവം കൊണ്ടൊക്കെ നമ്മൾ കൂടുതൽ അവരോടൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്ന് അവരെ തോന്നിപ്പിക്കുന്നതിലെങ്കിൽ നമ്മൾ വിജയിച്ചാൽ അത് നിങ്ങൾ പറഞ്ഞ ഒരു സ്ഥാനത്തിലേക്ക് എത്തും. ആ ഒരു സ്നേഹത്തെ ഇതിൻ്റെ ഉള്ളിൽ ബോണ്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ലോകത്തിന് സാധ്യമാവുന്ന ഒരേ ഒരു ബോണ്ടിങ് മെക്കാനിസം. സ്നേഹിക്കുക, കേൾക്കുക, അതുണ്ടെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും. ഇപ്പൊ ഒരു പരിധി കൂടുതൽ ChatGPT നല്ല സ്നേഹം കൊടുക്കുന്നുണ്ട് കേട്ടോ. എഐക്ക് ഇമോഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെ പോയി സൊല്യൂഷൻ ചോദിക്കുമ്പോൾ ChatGPT പറയും നിനക്ക് നമ്മളങ്ങോട്ട് സംസാരിക്കുന്ന ഭാഷയെല്ലാം കൊണ്ട് സംസാരിക്കാം. തീർച്ചയായിട്ടും നമ്മൾ കുഡ് യു പ്ലീസ് എന്ന് ചോദിച്ചാൽ ഒരു മര്യാദ കൊണ്ട് സംസാരിക്കും. അതല്ലെങ്കിൽ ഉണ്ടല്ലോ പോയി പണി നോക്കാൻ പറ്റും. നമ്മൾ വേറെ നേരത്തെ പറഞ്ഞ കഥയിൽ നിന്ന് വേറെ വ്യത്യസ്തമായൊരു വിഷയം ഇങ്ങനെ പറയേണ്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ പറഞ്ഞാലേ, കുട്ടികൾ സംസാരിക്കുന്നൊക്കെ അവരുടെ ഒരു ഭാഷ എന്നൊരു സാധനമല്ലേ. നമ്മളിപ്പോൾ ഈ നമ്മൾ പറയുന്ന അധ്യാപകരൊക്കെ പറയും ചിലപ്പോൾ കുട്ടികൾക്ക് ഗ്രാമർ അറിഞ്ഞൂടാ, ഭാഷ നല്ല ഭാഷാപ്രയോഗമില്ല. ഇവർ ചോദിക്കുന്നത് ഇതാർക്ക് വേണമെന്നോ. അവർ സ്റ്റിക്കറും ഇമോജിയൊക്കെ ഉപയോഗിക്കുന്നത്, അവർ ഭാഷ ഒന്നും ഉപയോഗിക്കേണ്ടതല്ല.
പിന്നെ മാത്രമല്ല വോയിസ് ലാംഗ്വേജ്, ട്രാൻസ്ലേഷൻ, ഇതൊക്കെയാണ്. ഇതിപ്പോൾ അത് നമ്മുടെ ഈ കാഴ്ചപ്പാട് മാറ്റുന്ന ഒരുപാട് സാധനം ഇങ്ങനെയുണ്ട്. ഞാനൊരിക്കലും ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ലവിൻ്റെ എത്ര ചിഹ്നമുണ്ട് നിങ്ങളെ ഫോണിൽ? പലരിടത്തും ഒന്നും രണ്ട് ഇതിൻ്റെ ഒരു അൽഗോരിതം നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നത്തിനെ പിന്നെ വരിക. മൊത്തം എടുത്ത് നോക്കുമ്പോൾ ഒരു 10-25 ഉണ്ട്. അതിൽ മുറിഞ്ഞതും അടിയിൽ ഉറ്റിക്കുന്നതും പച്ചയും ചുവപ്പും വയലറ്റും ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ച ഏതെങ്കിലും ആയിട്ട് അയക്കലാണല്ലോ. അപ്പോൾ അയച്ചു നോക്കുമ്പോൾ ഇതറിയുന്നത്, പിന്നെ ഇത് പഠിച്ചു നോക്കുമ്പോൾ ഇതിനൊക്കെ ഓരോ അർത്ഥമാണ്. അപ്പോൾ കുട്ടികൾ വളരെ സെലക്റ്റീവായിട്ടാണ്. നീൻ്റെ എന്താ ബെഞ്ചിങ്ങോ, ബെഞ്ചിലുള്ളവർക്ക് അയക്കുന്നത് വേറെയാണ്, അടുത്തുള്ളവർക്ക് അയക്കുന്നത് വേറെയാണ്, ക്യൂലുള്ളവർക്ക് വേറെയാണ്. ഇങ്ങനെയൊക്കെ ഭയങ്കര ഇത് ഭയങ്കര തമാശയല്ല, ശരിക്കും അവരുടെ ജീവിതത്തിലൊരു ഭയങ്കര ഒരു സത്യസന്ധമായ ഒരു സാധനമാണ് അത്. അതിനൊക്കെ ഒരു ഇമോജീസ് വളരെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങളും വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലിറ്ററൽ മീനിങ്ങിൽ എടുക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല. അല്ല, ഇപ്പൊ ആണെങ്കിൽ രാവിലെ തൊട്ട് വീട്ടിൽ കൂടെ അമ്മ ദാറ്റ് സ്ലേ, നമ്മൾ എന്തോന്ന് സ്ലേ. അപ്പോൾ ഇപ്പൊ എനിക്ക് ചെറിയ ആളുണ്ട് 4 വയസ്സ്, മൂത്തവള് പറയുന്നത് കേട്ടിട്ട് അവളും ഇതേപോലെ ജെൻസി വാക്കുകളൊക്കെയാണ് അവൾ ഉപയോഗിക്കുന്നത്. നമ്മളൊരു നല്ല ഡ്രസ്സൊക്കെ ഇട്ടിറങ്ങി കഴിഞ്ഞാൽ സ്ലേ, ഓക്കെ സ്ലേ എങ്കിൽ സ്ലേ. ഇതാണിപ്പോ നമ്മുടെ അവസ്ഥ. ലാംഗ്വേജ് മാറിയിട്ടുണ്ട് ഭയങ്കരമായിട്ട്. 1-ാം തീയതി സ്കൂളിലൊക്കെ ശമ്പള ബില്ല് കൊടുക്കുമല്ലോ. അപ്പം ഒരു മാഷ് ചില സ്കൂളിലെ ഗ്രൂപ്പിലിടും, നമ്മളെ ശമ്പള ബില്ല് പാസ്സായിട്ടുണ്ട്, അക്കൗണ്ട് ചെക്ക് ചെയ്യാന്ന്. അപ്പൊ ആ മാഷക്ക് എല്ലാവരും ഒരു ഇമോജി അയക്കും, മറ്റേ ഉമ്മ കൊടുക്കുന്നേ, പറക്കുന്നേ. ഇത് പഴയ ഉമ്മയല്ല, നമ്മളൊന്നും കൊടുത്തേ. ഇത് ഒരു അവരെന്തായാലും ഇത് കിട്ടുമ്പോൾ പെട്ടെന്ന് അതിന്റെ ഒരു എക്സ്പ്രഷൻ. അത് നമ്മൾ പണ്ട് ഉമ്മ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഭയങ്കര വേറെ ഉമ്മയാണ്. നമ്മളിപ്പോൾ ഇതിന് ഉമ്മയായിട്ട് എടുത്ത് അങ്ങനെയാണോ, നീ അവൾക്ക് ഉമ്മ കൊടുത്തോന്ന് വെച്ചാൽ നടന്നൊരു സംഭവം പറയുക. നടന്ന സംഭവം പത്തനംതിട്ടയുള്ള ഒരു കുട്ടി, ഒരു സംഭവം, ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു മോൻ ഈ സ്കൂളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കൈ കഴുകി വരുമ്പോൾ ഇവൻ്റെ പിന്നെ അവിടെ ഉള്ള നിൽക്കുന്ന കുട്ടികൾ, പെൺകുട്ടികൾ നിൽക്കുന്നവർക്ക് വരാത്ത കൊടുക്കുമ്പോൾ മോളൊരു ഉമ്മരുമെന്ന് വെച്ചു. അവരോട് അവരുടെ ക്ലാസ്സിലുള്ളൊരു കുട്ടിയാണ്. അവളെന്തോ കൈകൊണ്ട് ഇങ്ങനെ എന്തോ ആക്കി ഒരാക്ഷൻ എടുക്കുമല്ലോ കുട്ടികൾ, അതിനങ്ങനെയല്ലേ എടുക്കും അവർ. ഞാൻ പറഞ്ഞു നമ്മളെ ഉമ്മയല്ലല്ലോ ഉമ്മ. അപ്പോൾ ഇവരങ്ങ് പോവുകയും ചെയ്തു. പക്ഷെ കാലക്കണ്ണ് ഇതൊരു ടീച്ചർ കേട്ട്. ടീച്ചർ കേട്ടോ, ടീച്ചർ ഓടിപ്പോയി മറ്റേ ജിതേഷ് മറ്റേ സുമത്തിനോട് ഉമ്മ വെച്ചു എന്നല്ലേ പറയാ. നമ്മളുമ്മ മറ്റതല്ലേ, ആപ്പേക്കാട് ഡിസിപ്ലിൻ പ്രശ്നമായി മറ്റേതായി. അവസാനം ഇവരെ രണ്ടാളെയും വിളിപ്പിച്ച് നീ ഉമ്മ ചോദിച്ചിട്ടുണ്ടടാ. പറഞ്ഞു സാറേ അത് അങ്ങനെയല്ല. എങ്ങനെയല്ല? കുട്ടീനെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇല്ല സാർ അതങ്ങനെ ചോദിച്ചാൽ പിന്നെ എങ്ങനെയാ ചോദിച്ച്? ചുരുക്കി പറഞ്ഞ ആ പയ്യൻ്റെ അമ്മ തൊഴിലുറപ്പിന് പോയിടത്തുനിന്ന് അവരെ വിളിപ്പിച്ച് ഈ കുട്ടിയെ കൂടെ വിട്ടു. ഞങ്ങൾ PT ഒക്കെ ചേർന്ന് സ്കൂളിൽ ചേർന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി പയ്യൻ പോയി കരഞ്ഞുകൊണ്ട് അമ്മയുടെ കൂടെ പോയി. അമ്മ ഡ്രസ്സ് മാറ്റാൻ പോയപ്പോൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് സൂയിസൈഡ് ചെയ്തു. ആ വർഷം 64 ഹയർ സെക്കൻഡറി കുട്ടികൾ, ഞാൻ ആ പഠനം നടത്തിയ ഞാൻ മാതൃഭൂമി വീക്കിലിയിൽ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ലേഖനം. 64 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ വർഷം. അങ്ങനെ എല്ലാ വർഷവും ഉണ്ടാവും. അതിൽ പലതും നമ്മുടെ മുതിർന്ന ആളുകളുടെ മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ആയിരുന്നു. സത്യത്തിൽ നമ്മൾ പറഞ്ഞ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു അന്വേഷണത്തിന് വേണ്ടി പോയ സമയത്ത് തിരിച്ചു വരുമ്പോൾ എന്നോട് അവിടുത്തെ ഒരു ഡയറ്റ് പ്രിൻസിപ്പൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ല അക്കിമാഷേ, 17 വയസ്സുള്ള ഒരു ചെക്കൻ 16 വയസ്സുള്ള ഒരു കുട്ടീനോട് ഉമ്മയല്ലാണ്ട് എന്നെ പൊളീജി ഊട്ടായിയാണോ ചോദിക്കേണ്ടത്? എന്തൊരു കഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. അവരെത്ര രസമായിട്ട് നടത്തിയൊരു കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ ഈ ഒരു മനസ്സിലാക്കൽ പ്രശ്നം ഇത് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നിങ്ങൾ അവർക്ക് വഷളാക്കുകയാണ്, അവർക്ക് എല്ലാ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ നഴ്സറിയും കൂടെ തുടങ്ങും സ്കൂളിൽ. അത് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് തന്നെ പറയാം. പിന്നെ നഴ്സറി സ്കൂളിൽ തുടങ്ങാം. ആൾക്കാർ വിചാരതാ ഇതെന്താ പരിപാടി, ഇത് പഠിപ്പിക്കുന്ന സ്ഥലം എന്നാ സെക്സ് എഡ്യൂക്കേഷൻ തന്നാൽ. എക്സാക്ട്ലി. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ അത്തരത്തിലുള്ള ഇൻസ്റ്റിങ്ക്റ്റുകളൊക്കെ തോന്നുന്നതിനെ നമ്മളിപ്പോഴും ഭയങ്കര മോശമായിട്ടാണ്. എന്നാൽ ഈ പറയുന്ന എല്ലാ ആൾക്കാരും ഈ ഏജിൽ ഇതേ കാര്യങ്ങളിൽ കൂടെ ഗോ ത്രൂ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഒരു 2-3 തലമുറയ്ക്ക് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുത്തശ്ശനും മുതുമുത്തശ്ശിയും ഒക്കെ അവർ ഈ 14-15 വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരാണല്ലേ. അവർ ആ സമയത്ത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത്രയും ഏർലി ഏജിൽ അല്ലെ, മെനിസ്ട്രേഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ കല്യാണം കഴിച്ചിട്ട് പോയുള്ള മുതുമുത്തശ്ശിമാരൊക്കെ നമുക്കുണ്ട്.
അത് പലരും പറഞ്ഞിടും ഭർത്താവിന്റെ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് അവർക്ക് ആദ്യമായിട്ട് അതെ 7 വയസ്സിലും ആർത്തവം 8 വയസ്സിലും 10 തുടങ്ങുന്നത്. വയസ്സിലും 12 വയസ്സിലൊക്കെ അല്ലേ കല്യാണം കഴിച്ചത്? അതെ, എന്ന് വെച്ചിട്ട് നമ്മളിപ്പോ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നല്ല, പക്ഷെ അന്നത്തെ കാലത്ത് അപ്പൊ അത്രയും ആ ഒരു പ്യൂബർട്ടി തുടങ്ങുന്ന ഏജിൽ തൊട്ട് ഇത്തരം ഇൻസ്റ്റിങ്ക്റ്റുകൾ ഉണ്ടാവുന്നത് നാച്ചുറൽ ആണെന്നും അതിൽ കൂടെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം എന്നുള്ളതും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ബാധ്യത മുതിർന്ന തലമുറ എന്നുള്ളത് നമുക്കുണ്ട്. ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവാത്തവരെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതെ, അത് ഉണ്ടാകുന്ന കോമൺ. അതെ. അപ്പോൾ എങ്ങനെ എന്താണ് ഇതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ളത്, എന്താണ് ഇതിനകത്ത് അപകടമായിട്ടുള്ളത്, ഇതിനകത്ത് നിയമം എന്താണുള്ളത്, നിയമം എവിടെയാണ് പ്രശ്നമാവുന്നത്, ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ശരിക്കും നല്ല സൗഹൃദത്തെ ഡെവലപ്പ് ചെയ്യാണ് വേണ്ടത്. അത് അവർ സ്വയം ഉണ്ടാക്കുന്നുണ്ടായി, നമ്മൾ തടയിടാതിരുന്നാൽ മതി. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ചില ഒരവസാന ഘട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത് എത്തിപ്പെടാവുന്ന ഏറ്റവും മോശമായ എന്തെങ്കിലും സാഹചര്യം അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അവയർനെസ് അത് കൊടുക്കേണ്ടി വരും എന്നല്ലാതെ ഒന്നാമത് ഇപ്പോഴും നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മളെ സൗഹൃദം എന്ന് പറയുമ്പോഴേക്കും നമ്മളതിനെ വളരെ വേറെ രീതിയിൽ നോക്കിക്കാണാൻ അതങ്ങനെയാണ്, ഭയങ്കര തെറ്റിപ്പോവും, വഴി തെറ്റിപ്പോവും എന്നൊക്കെ പറയാം. ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള മോറൽ കൺസ്ട്രെയിൻസും ഇല്ലാത്ത സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെയാണ് ഏറ്റവും നല്ല ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ളത്. അത് നമ്മൾ വിചാരിക്കുന്നതാണ് ഈ നിയന്ത്രണങ്ങൾ കടുത്ത അച്ചടക്കമൊക്കെയാണ് മനുഷ്യജീവിതത്തിൻ്റെ സന്തോഷം അല്ലെ നല്ല ജീവിതം ഉണ്ടാക്കുന്നത്. നമ്മൾ ഭയങ്കര തെറ്റിദ്ധാരണയാണെന്ന് ഒരുപാട് നിയമങ്ങൾ കർക്കശമുള്ള സ്ഥലത്തൊക്കെ നേരെ തിരിച്ചാണെന്നുള്ള അനുഭവം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ഒരു പാതിവന്ത മനുഷ്യരാട്ടോ. നമ്മൾ എഡ്യൂക്കേഷനൊക്കെ ഒരുപാട് നേടി, പക്ഷേ ഇപ്പോഴും ഇങ്ങനത്തെ ഒരുപാട് പിന്തിരിപ്പനാണ് ചെയ്യും. നമ്മൾ ഹൈലി പൊളിറ്റിസൈസ്ഡാണ് മലയാളികൾ എന്നൊക്കെ പറയും, പക്ഷേ ഇത്ര അപ്പൊളിറ്റിക്കലായുള്ളൊരു തരത്തിലുള്ള കാഴ്ചപ്പാട് പല ഘട്ടത്തിലും സൂക്ഷിക്കും നമ്മൾ. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഒരു പാരഡോക്സിക്കൽ എന്നൊക്കെ പറയാവുന്ന ഭയങ്കര ഒരു വൈരുദ്ധ്യമായ ഒരു സ്ട്രക്ചർ നിലനിൽക്കുന്നുള്ളത് വലിയ വിഷയം തോന്നുന്നുണ്ട്. കൂടുതൽ സംസാരിക്കുക എന്നുള്ളതും കൂടുതൽ ആളുകളെ കൊണ്ട് അത് ചിന്തിപ്പിക്കുക എന്നുള്ളതും ഒക്കെയാണ് അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതെ, അതുകൊണ്ട് ഈ വസ്ത്രത, ഈ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെയല്ലേ മുമ്പേ പോരുന്ന കുറേ സാധനങ്ങൾ നമ്മൾ ഒരു കാലത്തും സൂക്ഷിച്ചു വന്ന് ഇപ്പം വരുന്ന അങ്ങനെയൊക്കെ ഒരർത്ഥത്തിൽ ആലോചിച്ചാൽ എങ്ങനെയാണ് ഒരാൾ ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ടതുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും എന്തെല്ലാം ധാരണ. ഒരാളുടെ കംഫർട്ടിനനുസരിച്ചാണ് ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പോലും അംഗീകരിക്കാൻ നമ്മൾക്കുണ്ടാവുക. ഉറപ്പായിട്ടും പറ്റില്ല. അത് പൊതുവെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിനും ഒരു മീനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊരു ധാരണയുണ്ട്. ഇത് കുറഞ്ഞ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറക്കം കുറവുള്ള വസ്ത്രമാണെങ്കിൽ ഇത്ര ബോഡി പാർട്ട് വിസിബിൾ ആവുന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത് നമുക്കൊരു ഫിൽട്ടർ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ കാണുക, ഒരാൾ കാണുമ്പോൾ ബോഡി പാർട്ട് കാണുന്ന വെച്ചാൽ ഒരു ബന്ധമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ആദ്യം കേരളത്തിൽ ഉപേക്ഷിക്കേണ്ട സാരിയാണ്. സാരിയോളം ബോഡി കാണിക്കുന്ന, ബോഡിന്റെ സ്ട്രക്ചർ കാണിക്കുന്ന ഒരു സാധനമില്ല. എന്നിട്ട് അത് വിശുദ്ധമാണ്. അവിടെ ചുരിദാർ വളരെ കവേർഡ് ഡ്രസ്സാണ്. കേരളത്തിലെ അധ്യാപികമാർ സാരിക്ക് പകരം ചുരിദാറും ധരിക്കണം നിയമം വന്ന ഇവിടെ എന്തൊക്കെ പുകിലെന്നറിയാം. അയ്യയ്യേ, സാരി കുലീനമായ അധ്യാപകരുടെ വസ്ത്രം മാറ്റുന്നു എന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയ സാരീൻ്റെ രൂപം. ഒരു ടീച്ചർ കൂടിയാണെങ്കിൽ സാരി ടീച്ചർ ചോക്കുകൊണ്ട് ബോർഡ് മേലെ എഴുതുമ്പോൾ കുട്ടികൾ പിന്നെ അനാട്ടമി മേടിക്കാൻ വേറെ ഇട്ടൊന്നും നോക്കണ്ട. എന്നാൽ ചുരിദാർ ഇടാൻ നോക്കിയപ്പോഴോ ഇതിന് എന്തും പറഞ്ഞിട്ട് എതിർത്ത്. അപ്പോൾ ബോഡി പാർട്ട് ഒരു ഘടകമില്ല. ബാലുശ്ശേരി സ്കൂളിൽ ആദ്യമായി ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ട് എന്താ പറയുക ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നു നമ്മൾ. അന്ന് എന്തായിരുന്നു അറിയാം ഇവിടുത്തെ ആൾക്കാരുടെ ആശങ്ക, പെൺകുട്ടികൾ എങ്ങനെയാണ് മൂത്രം വയ്ക്കാന്നായിരുന്നു. പാൻറ് ഉടുക്കാൻ കുറെ കൺസേൺ എന്താ പറയുക. അന്നപ്പോൾ ഇവിടുത്തെ ആംഗ്ലമാരുടെ മുഴുവൻ കൺസേൺ ഭീകരമായിരുന്നു. അമ്മമ്മോ പെൺകുട്ടികൾ എങ്ങനെ മൂത്രം അവർ പറഞ്ഞു ഞാൻ ഒഴിച്ചോളും, നിങ്ങൾ അതിൽ അങ്ങനെ ബേജാറാണ്ടാന്ന്. അവർ ഊളായിട്ട് ഉടുക്കുകയും ചെയ്തപ്പോൾ ഇപ്പം ആർക്കും പ്രശ്നമല്ല. അപ്പൊ ഇതൊക്കെ വെറുതെ പറയുന്ന ഉറപ്പായിട്ടും ഈ ബോഡി പാർട്ട് എന്ന് പറയുന്നത് സൗകര്യം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഉണ്ടാക്കി വെച്ചൊരു സാധനത്തെ ബ്രേക്ക് വേണ്ട അസ്വസ്ഥത രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കള്ളത്തരം ആണോ? ഉറപ്പായിട്ടും. ഇപ്പോഴും നമുക്ക് അത്തരം കാര്യങ്ങളോടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പണ്ടുള്ള എനിക്ക് ഓർമ്മയുള്ള സമയത്തൊക്കെ എൻ്റെ മുത്തശ്ശിയൊക്കെ ഒരു ബ്ലൗസും ഒരു കൈലി കൊടുത്തിട്ടാ നടക്കുക. ആരെങ്കിലും വരുന്ന സമയത്താണ് തോർത്തെങ്കിലും എടുത്ത് ദേഹത്തിടുക. പക്ഷെ ഇപ്പം നമ്മുടെ കുട്ടികൾ ഒരു ക്രോപ്പ് ടോപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നം. ഒരു ഇത്തിരി വയറ് കാണുക പറയുമ്പോഴത്തേക്കും അത് കാണാതെ ഇങ്ങനെ ഒന്ന് വലിച്ചിട്ടാൽ നന്നായിരുന്നു എന്ന് പറയുന്ന പേരൻസാണ്. പക്ഷേ കുട്ടികൾ മാറിയിട്ടുണ്ട്. അവർ ഈ ഗ്ലോബൽ പെർസ്പെക്റ്റീവ് കണ്ട് ഡിജിറ്റൽ നേറ്റീവ്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ അതെന്താ പ്രശ്നം, വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് തിരിച്ചു ചോദിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ തന്തവൈവാണെന്ന് പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മിക്കവരും കുറച്ചൊന്ന്
ഒതുങ്ങിയൊക്കെ ജീവിക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. ഒന്നുകൂടി പെൺകുട്ടികൾക്കാന്ന് തോന്നുന്നു നല്ല വളർച്ച ഉണ്ടായിരുന്നു. എക്സാക്ട്ലി. അയ്യോ, ഐ വാണ്ടഡ് ടു സേ ദിസ്. ഇത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടായ ഒരു പ്രോഗ്രസിന്റെ ഒരു ലെവല് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾ ഇവിടുന്ന് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. എന്റെ വീട്ടില് രണ്ടുണ്ടിന്റെ ചെക്കൻ പാവം മാറ്റുന്നുണ്ടല്ലോ. അതെനിക്ക് തോന്നുന്നു പറഞ്ഞതുപോലെ ഇത് ഇത്രയും കാലം അടക്കി വെച്ചത് മുഴുവൻ അവർ പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർ കാല് മേലെ പൊക്കി വെച്ചിട്ട് തന്നെ ഇരിക്കും. പണ്ട് കാലൊന്ന് അകത്തിയിരുന്നാൽ പെൺപിള്ളേർ കാലടുക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ അകത്തിയല്ല ഓരോ മേലെ കയറ്റി വെക്കും. എന്താ വെച്ചാലും ചോദിക്കുകയും ചെയ്യും. എന്താ വെച്ചാ ദോഷമുണ്ടോ? എന്റെ വീടല്ലേ, എനിക്ക് ഇവിടെയെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണ്ടേ എന്ന് ചോദിക്കും. അതിപ്പോ ഒരു പാടി ഇരിക്കുന്ന പോലെ അടുത്ത സ്ഥലത്ത് ഇരിക്കാൻ തുടങ്ങുമല്ലോ. നിങ്ങൾ ഇപ്പൊ അല്ല, നമ്മൾ കഫേയിലൊക്കെ കുട്ടികൾ ഇരിക്കുന്നതാണ് ഭയങ്കര എനിക്ക് എൻ്റെ ഏറ്റവും സന്തോഷമുള്ള കാഴ്ചകളുള്ളൊരു 5 കൊല്ലമൊക്കെ മുമ്പ് എന്തെങ്കിലും പെൺകുട്ടികൾ അവരുടെ അമ്മമാരെ ബാക്കിൽ വെച്ചിട്ട് സ്കൂട്ടർ ഓടിച്ചു പോകുന്നു. ഭയങ്കര നയനാനന്ദകരമായ കാഴ്ച എന്ന് പറയുന്നത് കാഴ്ചയാണ്. കാരണം അവരെ ഓടിക്കാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. അമ്മയെ ബാക്ക് കയറ്റാറിയത് നമുക്ക് സാധിക്കില്ലായിരുന്നു. അത് മാറി. ഇപ്പൊ അടുത്ത ഏറ്റവും നല്ല കാഴ്ച എന്തെങ്കിലും ഈ കഫേയിലൊക്കെ കുട്ടികൾ ഇരിക്കുന്നതാണ്. കാലൊക്കെ ഇങ്ങനെ ചേർന്ന് ഒരു മര്യാദ ഇങ്ങനെ ഒന്നും ഒറ്റ ഇരിക്കൂല, എല്ലാം ചമ്രം പടിഞ്ഞിരിക്കില്ല. അത് കസേരയില് എന്നിട്ട് ടൈപ്പൊക്കെ വെച്ച് അല്ലെങ്കിൽ ലാപ്പൊക്കെ വെച്ച് ഇങ്ങനെ പാട്ടും കേട്ട് ഭയങ്കര ഇരിക്കട്ടെ എന്ന്. ആർക്കാ പ്രശ്നം? അതിന് പ്രശ്നമുള്ള നമ്മൾ ഗുരുപൊട്ടാതെ ഓല ഗുരുപൊട്ടുക എന്നല്ലാണ്ട് കുട്ടികൾ എനിക്ക് തോന്നില്ല നമ്മൾ വയ്യോട്ടൊക്കെയെന്ന് കുറിച്ച് യാതൊരു കോംപ്രമൈസും. അതെ, എൻ്റെ മോളൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമായിട്ട് അവർ സംസാരിക്കുക. മോള് ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ വാട്ട് ഇസ് ദിസ് ബ്രോ എന്ന് ചോദിക്കും. അപ്പോൾ പുള്ളി എടി അച്ചാന്ന് വിളിയടി, ബ്രോ അല്ല, ദാറ്റ്സ് ഓക്കെ ബ്രോ. ബ്രോയാണ് നല്ല പ്രയോഗം അല്ലേ? അച്ഛൻ വിളിക്കുന്നത് എന്ത് രസാ ബ്രോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അല്ല, നമ്മൾ വെറുതെ തമാശ, പുള്ളിയും അതെ നമ്മൾ. പക്ഷെ എന്നാൽ നമ്മുടെ തൊട്ടു മുതിർന്ന തലമുറയാണെങ്കിലും അച്ഛൻ്റെ അടുത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം എൻ്റെ മക്കൾ രണ്ടുപേരും തമ്മിൽ 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ആളും പേരാ വിളിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇടീന്ന് വിളിച്ചതിരിക്കും. അത് അവർ തമ്മിലുള്ള ഒരു ഇതാണ്. പക്ഷെ എന്നാലും മുതിർന്ന തലമുറയിൽ ആരെങ്കിലും ചേച്ചിനെയാണോ അങ്ങനെ വിളിച്ച് പഠിപ്പിക്കുന്നത്? അങ്ങനെ ചെയ്യരുത് പറയാം. ഈ വിളിയും ഡെഫിനിഷനിലൊന്നും അല്ലല്ലോ കാര്യം, ആ ബോണ്ട് എങ്ങനെയാണെന്നുള്ളതിലാണല്ലോ കാര്യം. പക്ഷെ നമ്മളിപ്പോഴും ഈ പറഞ്ഞ പോലെ ആ ഒരു സ്ട്രക്ചറിന്ന് പൊളിഞ്ഞു വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ സ്ട്രക്ചറൊക്കെ തന്നെ പൊളിയുന്ന സമയങ്ങൾ വരെ നമ്മളൊക്കെ എത്ര പൊളിഞ്ഞൊരു സ്ട്രക്ചറിലാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമുക്ക് ഇവിടെ 2000 കൊല്ലം മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ വിരൽ നൊടിക്കുന്നതിന് മുന്നേ അടുത്ത 2000 വർഷം കഴിഞ്ഞു പോകും. നമ്മൾ ഈ സ്ട്രക്ചറും പിടിച്ചോണ്ടിരുന്നതും അല്ലെ, ഇതൊക്കെ എപ്പോഴും മെമ്മറി ആയി പോകും. പക്ഷെ അതിന്റെ ഒരു വേഗതയിൽ ഇപ്പം വളരെ 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 വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുള്ള അതാണ് ഇത്രയും വലിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ പ്രഷർ ഉണ്ടാകുന്നത്. സമയം കിട്ടുന്നില്ല. മറ്റത് ഘട്ടം ഘട്ടമായി സംഭവിക്കുന്നതാണ്. ഇതൊരു ഫോണിന്റെ മോഡലൊക്കെ മാറുന്നത് പോലെയല്ല. ഇങ്ങനെ ഐഫോൺ 16, 14, 15, 16, 17 പ്രോ പറഞ്ഞ് വരുന്നത് പോലെ ഇങ്ങനെ മാറില്ലേ. അപ്പം അത് ഭയങ്കരമായ ടെക്നോളജിയുടെ ഒരു അപാരമായ വേഗത അത് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ജീവിതത്തിലും അവരുടെ വലിയ തലമുറയുടെ ഇതിലൊക്കെ ബാധിക്കും. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം കേട്ടോ, അത് പുറത്ത് പറഞ്ഞ നമ്മൾ ആൾക്കാരങ്ങനെ സമ്മതിക്കാനാണ്. കുറച്ച് നമുക്കൊക്കെ അസൂയുണ്ട്. ഇല്ല ശരി, സത്യം പറഞ്ഞെപ്പോഴും സത്യം. ഞാൻ ഈ കോളേജിന്റെ മുമ്പിലൂടെ ഒക്കെ പോയി എന്ത് പറയാൻ മതിയായിരുന്നു. ഒരു 20 വയസ്സ് അല്ലെ 25 വയസ്സ്, അങ്ങനെ എന്തൊരു കാരണം എന്തൊരു നല്ല ലോകം അവർക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അതേക്കാലം ഉണ്ടായിരുന്നു. അതിന്റെ വ്യത്യാസങ്ങളൊക്കെ പക്ഷെ അവര് ജീവിക്കുന്ന എത്രമാത്രം അഡ്വാൻസ്ഡ് ആയ ലോകത്താണ്. നമുക്ക് സ്വപ്നം കാണാൻ പറ്റാതിരുന്ന ലോകത്തിൽ ജീവിക്കുന്നത്. അതിലിങ്ങനെ പറക്കുമ്പോൾ നമുക്ക് മുതിർന്നവർക്കുള്ള അസൂയ അതേക്കാലം ഉണ്ടായിരുന്നു. അതെ അതെ, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പുതിയ തലമുറയെ നന്നാക്കുന്ന പലപ്പോഴും അസൂയ കൊണ്ട് പറയുന്നു. ഞാൻ പറയാം, എല്ലാ കാലത്തും നമ്മൾ പറയാറുണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓണമായിരുന്നു നല്ല ഓണം. ഇത് നമ്മൾ എല്ലാ തലമുറയും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് സത്യത്തിലേ പഴമയുടെ ഈ ഒരു ഭൂതകാലക്കുളിർ എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ഈ ഭൂതകാലക്കുളിർ ജീവിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു രക്ഷപ്പെടലോ അല്ലെങ്കിൽ മനസ്സമാധാനത്തോ പറയും. സത്യത്തിൽ ഒരു കാലവും പഴയകാലം നല്ലതായിരുന്നില്ല. ഒരു കാലവും പഴയകാലം നല്ലതായിരുന്നില്ല. നിങ്ങൾ എങ്ങനെ ഏതൊക്കെ മാനദണ്ഡം വെച്ച് നോക്കിയാൽ ഞാൻ ചോട്ടെ, 25 കൊല്ലം മുമ്പ് കേരളത്തിൽ എത്ര മനുഷ്യർ പട്ടിണി ഇടുന്നുണ്ട്? നീ ആരുടെ ഓണത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്? ആരുടെ ഓണത്തെക്കുറിച്ചാണ്?
പിന്നെ ഈ കേരളത്തിൻ്റെ വസ്ത്രധാരണ എന്താ കേരളത്തിൻ്റെ വസ്ത്രം? കേരളത്തിൻ്റെ ഔദ്യോഗിക വസ്ത്രം എന്താ? മുണ്ടോ സെറ്റോ? എന്താ സാരി സെറ്റോ? എത്ര ആൾ കൊടുത്തിട്ടുണ്ട് സാരി? നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ അമ്മ പോലും അല്ല വല്യമ്മ പോലും കൊടുത്തത് ഒറ്റ മുണ്ടാണ്. അത് കൊടുക്കാനുണ്ടായിരുന്നില്ല. ഒരു തോർത്തുമുണ്ടാണ് ബഹുഭൂരിപക്ഷം എന്ന കേരളത്തിലെ സാധാരണക്കാര മനുഷ്യർ കൊടുത്തത്. ആണുങ്ങൾ കൊടുത്ത ഒരു കൗബീന ഒറ്റ തോർത്ത അല്ലേ? അത് ഇന്നോ ഇതെല്ലാവരും വസ്ത്രം ധരിക്കുന്നു. ഏതാണ്ട് എല്ലാവർക്കും ഭക്ഷണം ഒരു വലിയ പ്രശ്നമില്ലാത്ത വിധം, ഒറ്റപ്പെട്ട കേസ് എന്നിട്ടും ബാക്കി എല്ലാവർക്കും ഒരു ഇത് യാത്രാ സൗകര്യം, എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാവർക്കും ചികിത്സാ സൗകര്യം ഒക്കെ ഉള്ള ഒരു ലോകത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയാം പണ്ട് നല്ലതായിരുന്നു. വെറുതെ പറയുന്ന മാത്രമേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇനിയും ഇത് വളരാനും നന്നാവാനുമാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ എക്കാലം ഇങ്ങനത്തെ കുറച്ച് കടിച്ചു പറികളുണ്ടാവും. അതിനെ മറികടന്ന് ലോകം പോകും. ലോകത്തിനെ പിടിച്ചു വെക്കാനൊന്നും ആർക്കും സാധിക്കില്ല. അത് വളരെ വേഗത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ വെറുതെ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു മാറിയ ലോകത്ത് ജീവിക്കാനുള്ള, നിങ്ങൾ നേരത്തെ പറഞ്ഞ അഡാപ്റ്റേഷൻ എന്നുള്ള വാക്കാണ് അതിൻ്റെ കറക്റ്റ് സാധനം. അതായത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല, അല്ലെ പുതിയ തലമുറയ്ക്ക് അത് കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ അഡാപ്റ്റേഷൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ മുതിർന്നവരുടെ അനുഭവ സമ്പത്തും അവരുടെ പുതിയ വൈജ്ഞാനികതയും. കാരണം എന്തൊക്കെ പറഞ്ഞാലും പുതിയ തലമുറയുടെ വിജ്ഞാനത്തിൻ്റെ നിലവാരം നമുക്കാർക്കും ഇല്ല. അവരതുള്ളത് പലപ്പോഴും നമ്മളെടുത്ത് കാണിക്കാത്ത അച്ഛനല്ലേ അമ്മയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാ രക്ഷപ്പെട്ട് പോയിക്കോട്ടെ വിചാരിച്ച് മിണ്ടാടുക്കുന്ന. നമ്മൾ പുതിയ കാര്യം പോലെയൊക്കെ ഇവരോട് പറയുമല്ലോ ചിലത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവർ മിണ്ടാണ്ടൊക്കെ വെക്കും. എന്താ സംഭവം അറിയുമോ? ഇവര് അച്ഛനകത്ത് പറഞ്ഞോട്ടെ വെറുതെ എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് അറിയാനിട്ടൊന്നുമല്ല. അതുപോലെ തന്നെ അവരെ പോലെ അപ്ഡേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അവർ ശരിക്കും ഏറ്റവും വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യും. എന്ത് വിവരങ്ങൾ നമ്മൾ പിന്നെ ഈ ചിലപ്പോൾ ടി വി കാണുന്നില്ല, പത്രം വായിക്കുന്നില്ല എന്നൊക്കെയാണ് നമ്മളെ കുട്ടികളെ പറ്റിയൊക്കെയുള്ള പരാതി അല്ലേ? പുതിയ തലമുറ കുട്ടികൾ പത്രം വായിക്കുന്നത്, പത്രമൊക്കെ വായിക്കുന്നവരുടെ വായിച്ച നമ്മളെക്കാൾ ഉള്ള അറിവ് ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ലോകത്തിൻ്റെ ഒരു പോക്കിനെ കുറിച്ചൊക്കെ അവരിങ്ങനെ അവരുടെ കയ്യിലുള്ള സംവിധാനം വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മുടെ ഒരു നിത്യ രാഷ്ട്രീയത്തിലൊന്നുമില്ല അങ്ങനെ ഇടപെടുന്നുണ്ടാവില്ല, മുദ്രാവാക്യം വിളിച്ച് പോകുന്നുണ്ടാവുന്നല്ലാതെ. നമ്മളൊക്കെ പറയാമല്ലോ ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ അവരുടെ ഇടപെടലിനെ കുറിച്ചൊക്കെ ചിലയിടത്തൊക്കെ കുറേ നെറേറ്റീവ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവർ ഭയങ്കര പൊളിറ്റിക്കലാണ്. അവർ ലോകത്തിന്റെ പൊളിറ്റിക്സിനെ കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്. ഇപ്പം എനിക്ക് 12 വയസ്സുള്ള മൂത്ത മകൾ കഴിഞ്ഞ ദിവസം ഇരുന്ന് ട്രംപിനെ കുറിച്ച് വളരെ നിശിതമായി വിമർശിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഐ വാസ് സർപ്രൈസ്ഡ്. അപ്പം ഞാൻ ആലോചിക്കും, നിനക്ക് എങ്ങനെ ഇത്രയും ഇത് ഞാൻ സർപ്രൈസ്ഡ് ആണ്. ഈ പുള്ളി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്ത്യൻ പാർലമെന്റിൽ സ്പീക്കർ ഇരുന്നു സ്ത്രീവിരുദ്ധ പരാമർശനത്തിൽ കഴിഞ്ഞ ദിവസം. അതെനിക്ക് എൻ്റെ മോളെ പറഞ്ഞത്, റേപ്പ് ചെയ്യുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞപ്പം അത് സ്പീക്കർ വളരെ വഷളൻ കമന്റ് നടത്തി ചിരിച്ചിരുന്നു. ഞാനത് അത്ര ഏതൊരു വാർത്തയിലങ്ങ് ശ്രദ്ധിച്ചു പോലെ അവളതെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞത് അവർ കറക്റ്റ് പോയിന്റിൽ നിന്ന് അവർക്കറിയാം അതിനെ വിലയിരുത്താനൊക്കെ ഉള്ള നല്ല കപ്പാസിറ്റി, പൊളിറ്റിക്കൽ സെൻസ് അവർക്കുണ്ട്. അവർക്ക് തന്നെ പുതിയ തലമുറ ബഹുഭൂരിപക്ഷത്തിലുണ്ട്. ഇതില്ലാത്തവരുണ്ടേ പറഞ്ഞാൽ അതെക്കാലം ഉണ്ട്. അതിനെ പക്ഷേ ആ ഒരു ചെറിയ തലമുറ അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് പുതിയ തലമുറ മൊത്തം നമ്മൾ ബ്ലെയിം ചെയ്യുകയോ ജഡ്ജ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ അപകടം വളരെ വലുതാണ്. ഈ ഒരു ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ റൗൾ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു കഥ GS പ്രദീപിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ട ഒരു കഥയുണ്ട്. ആ കുട്ടി പറയുന്നത് ഭയങ്കര ഒരു സാധനമുണ്ട്. എയിൽ വലിയ ഇൻ്റർനാഷണൽ കൺസൾട്ടൻ്റൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു 10ാം ക്ലാസ്സുകാരനെ ഇയാൾ ഇൻ്റർവ്യൂ GS പ്രദീപ് എന്താണെന്ന് ചോദിച്ചാൽ അച്ഛന് എൻ്റെ സാലറിയുടെ എംപ്ലോയി ആണെന്നൊക്കെ പറയുന്ന സമയം അത് കഴിഞ്ഞിട്ട് ഇയാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളുടെ കുട്ടികൾ ഈ AI-യുടെ ഒക്കെ AI-ക്ക് വൈകാരികതയില്ല, മനുഷ്യത്വമില്ല എന്നൊക്കെയാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. നമ്മൾ എപ്പോഴും ഇതിൻ്റെ മറ്റ് അപകടത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടു. അപ്പോൾ ഈ കുട്ടിയോട് ചോദിക്കേണ്ട ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ വളരുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഭാവി എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഈ ലോകത്തെ ഇപ്പോഴുള്ള ജീവിതത്തെ, മനുഷ്യ ജീവിതത്തെ കുറെ കൂടി മെച്ചമുള്ളതാക്കാൻ, ഇപ്പോഴുള്ള മനുഷ്യരുടെ ജീവിതത്തെ കുറച്ചുകൂടി സുന്ദരമാക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരിക്കും എൻ്റെ സബ്ജക്റ്റ് എന്നാണ് ആ കുട്ടി 10ാം ക്ലാസ്സുകാരനൊരു കുട്ടി പറയുന്നത്. ആ കുട്ടി പറയുന്നതിൻ്റെ നന്മയും അവൻ്റെ വിഷനും പുതിയ തലമുറയുടെ അടയാളമാക്കിയെടുത്ത് നമ്മൾ അവരുടെ കൂടെ നിന്നാൽ ലോകത്തെ അവർ മാറ്റിമറിക്കും. തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ കടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പുറകോട്ട് പിടിച്ച് വലിക്കാതെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മുന്നിലേക്കാണ് പോകുന്നത്, പോസ് ചെയ്യാനോ പുറകോട്ട് പോകാനോ അല്ല അവരെ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. താങ്ക് യു.